അവസ്ഥ, ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ ഒരു അവസ്ഥയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഉൽപാദന ക്ഷമതയിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോവുകയാണ്. ഒരു 5ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നു നമ്മുടെ രാജ്യം. അടുത്ത സമീപ ഭാവിയിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇനിയും മുന്നോട്ട് വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മുടെ രാജ്യം എത്ര വളരുമ്പോഴും സാമ്പത്തികമായി പുരോഗമിക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരുപാട് ധനാഢ്യർ ദിനം പ്രതി വളർന്നു വരുമ്പോഴും നമ്മുടെ രാജ്യത്തെ ദരിദ്രർ അതിനേക്കാൾ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ വ്യക്തമായൊരു സന്ദേശമുണ്ട്, ഒരു ആശയമുണ്ട് അതിൻ്റെ ഉള്ളിൽ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകുമ്പോഴും ധാരാളം ധനാഢ്യര് കോടീശ്വരന്മാര് നമുക്ക് ഉണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ അത് എത്രമാത്രം ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ രാജ്യം വളരുമ്പോൾ സാമ്പത്തികമായി നമ്മൾ പുരോഗമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഇല്ലാണ്ടാവണമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ദാരിദ്ര്യം ഇല്ലാണ്ടാവുക അല്ല, പട്ടിണി കൂടുകയാണ്. ശുദ്ധജലം പോലും ലഭ്യമല്ലാത്ത ഏതാണ്ട് 20% ജനങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. കുടിജലം, ശുദ്ധജലം ലഭ്യമല്ല. ഞാൻ ഈ കണക്കുകൾ പറയല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാടിന് അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. നാട്ടിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ, വളർച്ച ഉണ്ടാവണമെങ്കിൽ അതൊരു മനോഗതിയുടെ, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ബോധത്തെ നമുക്ക് പൊളിച്ചു പണിതേ മതിയാവും. എല്ലാവരും സ്വാർത്ഥരാവുകയാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ ഈ പുതിയ കാലത്തിന്റെ ഒരു വിശേഷം കൂടി. അതാണ് നമ്മളിലേക്ക് ചുരുങ്ങുകയാണ്. ഇഡിയോട്ട് എന്ന പദത്തിൽ നിന്നാണ് ഇഡിയറ്റ് എന്ന വാക്കുണ്ടായത് എന്നാണ്. ഇഡിയോട്ട് എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢികൾ എന്നാണ്. പുരാതന ഗ്രീക്കിലെ ഏതൻസിലെ ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളിലൊന്നും ഇടപെടാതിരുന്ന ഒരു സമൂഹത്തെ വിളിച്ചിരുന്ന പേരാണ് ഇഡിയറ്റ്, പമ്പര വിഡ്ഢി എന്ന് പറയുന്നത്. അതിന്റെ ഒരു വിശേഷം, ഈ ഇഡിയറ്റ് എന്ന വാക്കിന്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ തന്നെപ്പൊക്കികൾ, അവനവന്റെ കാര്യം മാത്രം ആലോചിക്കും എന്നതാണ്, അവനവനിലേക്ക് ചുരുങ്ങും എന്നതാണ്, സ്വാർത്ഥത ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പം ഒന്നും കാണുന്നു പോലും ഇല്ല. അതാണ് പുതിയ കാലത്തിന്റെ ഒരു വിശേഷം. ഇത് കാണാൻ സമയമില്ലല്ലോ. അടുത്തിരിക്കുമ്പോഴും നമ്മൾ അടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ. ഈ സംസാരത്തിൽ നിന്നാണല്ലോ മറ്റൊരാളുടെ വേദന അറിയുന്നത്, അവരുടെ പ്രയാസം മനസ്സിലാവുന്നത്. നമ്മൾ ഇപ്പം മൊബൈൽ ഫോണിലാണ് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ടും നമ്മൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പലതരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന അയാളുടെ വേദന നമുക്കറിയില്ല, അയൽവാസിയുടെ പ്രയാസം നമുക്കറിയില്ല, ഇത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു കാലം കൂടിയാണ് നമ്മൾ ജീവിക്കുന്ന കാലം. അപ്പൊ അവനവനിലേക്ക് പിന്നെയും ചുരുങ്ങാനുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക സൗകര്യങ്ങൾ മനുഷ്യനെ വളരെ അകലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ പറയും ലോകം ചുരുങ്ങിയിരിക്കുകയാണെന്ന്. ലോകം വളരെ അടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ പറയാം. നമ്മുടെ കൺവെട്ടത്താണ് ലോകം എന്നൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷെ അങ്ങനെ അല്ല. ലോകം ഇന്ന് വളരെയധികം അകന്നിരിക്കുകയാണ്. വിദൂരതയിൽ നിന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളെ കാണാൻ വരുന്ന ഒരു സുഹൃത്തുമായി നിങ്ങൾ സന്ധിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സുഹൃത്തുമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ടാവും. പക്ഷെ എത്ര സമയം ഈ സുഹൃത്തുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും? നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടാവുക വർഷങ്ങളായി എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു, എൻ്റെ കൂടെ ഒരുമിച്ച് ജീവിച്ചതാണ്, അദ്ദേഹത്തെ കാലങ്ങൾക്ക് ശേഷം ഒന്ന് കാണുകയാണ് എന്ന് നേരത്തെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹവുമായി ഈ ദിവസം മുഴുവൻ അദ്ദേഹവുമായി ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ നിങ്ങൾ കണ്ടപ്പോൾ ആദ്യത്തെ ഈ ഗാഢമായ ഒരു ആശ്ലേഷത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഈ സംസാരം നീണ്ടുപോയില്ല, അവിടെ അവസാനിച്ചു. അതാണ് ഈ ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ, നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസിന്റെ ഒരു പരിണതി എന്ന് പറയുന്നത്. അത്രയും നമ്മൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരെ കാണുക എന്ന് പറയണത് അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്, ചെറിയ കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ വിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യരെ കണ്ടു എന്നതല്ല, മനുഷ്യരെ കാണാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നതാണ്. ഇത് നിങ്ങളിൽ ഒരു പുതിയ ചലനം സൃഷ്ടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും, വിശേഷിച്ചും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളിലും ഈ 5 വീട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10 പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കുക എന്ന് പറയുന്നത്, അതിനേക്കാൾ പ്രധാനമാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടുകൂടി അത് ചെയ്യുക എന്ന് പറയുന്നത്. അവിടെയാണ് സംഘാടകരുടെ ഏറ്റവും വലിയ വിജയം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെയ്യുന്നതൊന്നും ആളുകളെ അറിയിക്കാൻ വേണ്ടിയല്ല, ആളുകളെ അറിയിക്കാൻ വേണ്ടി ആവുകയും ചെയ്യരുത്. അങ്ങനെ ആളുകളെ അറിയിക്കുക, ഈ ചെയ്തതൊക്കെ വിളിച്ചു പറയുക, ഞാൻ കേമനാണെന്ന് നടിക്കുക,
അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിവികാരം ഉണ്ടാവുന്നത്. അഹന്ത, അഹങ്കാരം, അഹം സമം സർവം സർവനാശം എന്നാണ്. എല്ലാം നശിപ്പിക്കപ്പെടുന്ന സാധനമാണത്. അത് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ, ഇത് ആളുകളെ അറിയിക്കുന്നതിന്റെ പിറകിൽ പോലും ഒരു മഹത്തായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എല്ലാവരിലും നന്മയുടെ ഒരു ഉറവ തീർക്കുക എന്നതാണ്. ആ ഉറവയിൽ നിന്ന് ഇവിടെ നേരത്തെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ, സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ആണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇനി ദരിദ്രരുണ്ടാവരുത്, നമ്മുടെ നാട്ടിൽ ഇനി വീടില്ലാത്തവരുണ്ടാവരുത്, നമ്മുടെ നാട്ടിൽ ഇനി ഒരു പട്ടിണി കിടക്കുന്ന ഒരാൾ ഉണ്ടാവരുത്. ഇതൊരു വലിയൊരു മനസ്സ്, ഒരു വലിയ ആശയമാണ്. ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരുക എന്ന് പറയുന്നത്. മഹാനായ ടോൾസ്റ്റോയ് ഒരു സംഭവം പറയുന്നുണ്ട്. ഈ പഴയ റഷ്യയിലെ യുദ്ധവും പ്രയാസവും ദരിദ്രവും ഒക്കെ ഇങ്ങനെ കുന്നുകൂടിയ സമയത്ത്, പട്ടിണിയും വെറുതെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലത്ത് റഷ്യയുടെ തെരുവിലൂടെ നടന്നു പോകുന്ന ടോൾസ്റ്റോയ് അദ്ദേഹത്തിനോട് ഒരാൾ ഇങ്ങനെ വല്ലതും തരണേ എന്ന് പറഞ്ഞ് കൈ നീട്ടിയത്. ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ മുഴുവൻ പരതി നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം ഈ ഭിക്ഷ ചോദിച്ചു നിൽക്കുന്ന ആളോട് പറഞ്ഞു, എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായി ഒന്നുമില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സഹോദര. അപ്പോൾ ടോൾസ്റ്റോയിയോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു അത്രേ, എനിക്ക് ഇതിനേക്കാൾ വലുത് വേറെ എന്ത് വേണം? വേറെ എന്താണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ വലുതായിട്ട് തരാൻ കഴിയുക? നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചില്ലേ? നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചെങ്കിൽ അതാണ് ഏറ്റവും വലുത്. നോക്കൂ, സഹോദരൻ, ഈ വാക്ക് എല്ലാവരോടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സാഹോദര്യം വളരെ വളരെ നനവുള്ള ഒരു വാക്കാണ്. ഇന്ന് ഏറ്റവും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വാക്ക് കൂടിയാണ് ഈ സഹോദര സ്നേഹം. അതാണ് ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സാഹോദര്യത്തെ അതിനെ രാഷ്ട്രീയ അടിത്തറയായിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ഒരു വിശേഷമായിട്ട് പറയുന്നത്, ഇസ്ലാമിന്റെ ഈ രാഷ്ട്രീയമായ ഈ പരസ്പരം ഉൾക്കൊള്ളലിന്റെ, ഈ സഹകരണത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ അതിന്റെ അടിക്കല്ല് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ആ സാഹോദര്യത്തിന്റെ വിശേഷം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അഭയാർത്ഥി പ്രശ്നമാണ്. യുദ്ധത്തിന്റെ പേരിൽ, പ്രകൃതി ദുരന്തങ്ങളുടെ പേരിൽ ലോകത്ത് ഇന്ന് ഈ അഭയാർത്ഥികൾ ഓരോ സമയവും അഭയാർത്ഥികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മ്യാൻമറിലെ അഭയാർത്ഥികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അവരെ നമ്മൾ ഇന്ന് വിളിക്കുക തോണി മനുഷ്യർ എന്നാണ്. അവരെങ്ങനെയാ തോണി മനുഷ്യരായത്? തോണി മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു നാൾ അവരെ നാട്ടിൽ നിന്ന് അടിച്ചിറക്കി പുറത്തിറക്കി വിട്ടു. അപ്പൊ ജീവിക്കാൻ നിവൃത്തിയില്ല. ആത്മരക്ഷാർത്ഥം അവർ കിട്ടുന്ന വഴികളിലൂടെയൊക്കെ ഓടി അങ്ങനെ രാജ്യത്തിന്റെ വ്യത്യസ്ത അതിർത്തികൾക്ക് മുമ്പിൽ വന്ന് നിന്നു. അങ്ങനെ അതിർത്തികൾ കൊട്ടിയടക്കപ്പെട്ട അവർ അവിടെ അവരുടെ ജീവിതം അവസാനിക്കുന്നിടത്ത് പുതിയ ഒരു നാട് തേടിയിട്ട് അവർ തോണിയിൽ കയറി തുഴഞ്ഞു, ദിക്കറിയാതെ തുഴഞ്ഞു. അങ്ങനെ തുഴഞ്ഞവരെയാണ് നമ്മൾ തോണി മനുഷ്യർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. അങ്ങനെ ഈ പല രാജ്യങ്ങളിലായിട്ട് അവരിങ്ങനെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരൊന്നും നാടില്ലാത്തവരായിരുന്നില്ല. ഒരു മഴയ്ക്ക് ഈയാമ്പാറ്റുകളെ പോലെ ആകാശത്ത് നിന്ന് പൊടിഞ്ഞു വീണവരെയല്ല നമ്മൾ മ്യാൻമറിലെ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. അവരുടെ അടിവേര് അവിടെ ഉണ്ട്. അവരാ നാട്ടുകാരാണ്. കണ്ടോ, നാടുള്ളവർ. ഇങ്ങനെ പുതുതായിട്ട് മനുഷ്യർ പൊട്ടിമുളച്ച് വരുന്നവരല്ലല്ലോ മനുഷ്യർ. അവർക്ക് അടിവേരുണ്ട്, അതിൽ നിന്ന് പൊട്ടിമുളച്ചവരാണ്. ഏതോ ഒരു നാട്ടിലായിരുന്നു അവര്. ആ നാട് മ്യാൻമർ തന്നെയാണ്. അപ്പൊ ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥത എത്രമാത്രം സ്വാർത്ഥരാകുന്നു നമ്മൾ. എന്തിനാണ് ഈ സ്വാർത്ഥതയ്ക്ക് യഥാർത്ഥത്തിൽ ഉള്ളത്? ഇവിടെ നമ്മൾ പറയുമല്ലോ, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആണ് ഈ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ പറയേണ്ടി വരികയാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ പരിപാടി എന്നാണ് ഇതിന്റെ ഒക്കെ അർത്ഥം. ജാതി മതം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതിന് ഈ ജാതിയെ നിങ്ങൾ വിടും. ജാതി പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയത് രാഷ്ട്രീയമായ താല്പര്യാർത്ഥമാണ്. അതിന്റെ അടിസ്ഥാനം രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽക്കുന്ന കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചല്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കും. മതം രാഷ്ട്രീയം ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പം എന്തിനു വേണ്ടിയാണ് ഇന്ന് ഈ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്നത്? അധികാരം ഞങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടണം എന്ന വിചാരഗതിയിൽ നിന്നാണ് ഈ സങ്കുചിതമായ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം എന്തായിരിക്കണം? അത് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ അഭയാർത്ഥികളുടെ ഈ മഹാപ്രവാഹങ്ങൾ ഇന്ന് ലോകത്ത് പ്രശ്നമാകുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഈ സഹവർത്തിത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ തുല്യതയില്ലാത്ത ഒരു ചരിത്രം കാണാം, ഒരു അനുഭവം കാണാം. വെറുതെ പ്രസംഗിക്കുകയല്ല, വലിയ പ്രഘോഷങ്ങൾ നടത്തുകയല്ല, വലിയ ആഹ്വാനങ്ങൾ നടത്തുകയല്ല, ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. മക്കയിൽ നിന്ന് സർവം നഷ്ടപ്പെട്ട് അങ്ങനെ ഇതേപോലെ അടിച്ചിറക്കി വിട്ടതാണ്. അവർ മദീനയിലേക്ക് വന്നു, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. മക്കയിൽ അവര് സുഭിക്ഷമായി ഇങ്ങനെ ജീവിച്ചവരാ. അവിടുത്തെ സമ്പന്നരായിരുന്നു, അറിയപ്പെടുന്നവരായിരുന്നു, ഉന്നത കുലജാതരായിരുന്നു. പക്ഷേ മക്കയിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. ഇപ്പൊ അവർ മദീനയുടെ അതിർത്തിയിലാണ്.
മദീനയിലെത്തി അവര്. നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല മദീനയിൽ ഒരു അഭയാർത്ഥി ക്യാമ്പ് സൃഷ്ടിച്ചതായിട്ട്. മദീനയിൽ അഭയാർത്ഥി ക്യാമ്പില്ല, മദീനയിൽ അഭയാർത്ഥി പ്രശ്നവുമില്ല. എന്താണ് അതിന്റെ കാരണം എന്നറിയൂ? ഇതാണ് അതിന്റെ കാരണം. പരിശുദ്ധരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെയും മക്കയിലെയും ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്, പരസ്പരം സഹോദരന്മാരാണ്. വെറുതെ പറയല്ല, ഈ സാഹോദര്യത്തിന്റെ ഉള്ളിൽ അതെങ്ങനെയാണ് ആ സാഹോദര്യം പ്രവർത്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ പഠിപ്പിക്കുകയാണ്. മക്കക്കാർക്ക് മാത്രം പഠിപ്പിക്കുകയല്ല, മദീനക്കാർക്ക് മാത്രം പഠിപ്പിക്കുകയല്ല, ലോകത്തിന് മുഴുവനും പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ സ്നേഹം, സൗഹൃദം എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത്? അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, മക്കയിൽ നിന്ന് സർവ്വം ഉപേക്ഷിച്ച് വന്നവർക്ക് വീടില്ലായിരുന്നു. വീട് ആവശ്യമുള്ളവർക്ക് വീട് മദീനക്കാർ കൊടുത്തു, സ്ഥലം ആവശ്യമുള്ളവർക്ക് സ്ഥലം കൊടുത്തു, കച്ചവടം ആവശ്യമുള്ളവർക്ക് അതായിരുന്നു അവരുടെ ഉപജീവന മാർഗമെങ്കിൽ അവർ കൃഷിക്ക് വേണ്ടി മദീനക്കാരുടെ കൃഷിയിടത്തിന്റെ പകുതി കൊടുത്തു, കച്ചവടം ചെയ്തിരുന്നവർ കച്ചവടത്തിന്റെ പാതി കൊടുത്തു, ആവശ്യമായതൊക്കെ പകുത്തു കൊടുത്തു. ഇങ്ങനെ പകുത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ്, ഇതാണ് യഥാർത്ഥത്തിൽ ഈ സാഹോദര്യം എന്ന വാക്കിന്റെ അർത്ഥം. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ രാഷ്ട്രീയം വളരുന്നത്, വികസിക്കുന്നത്. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിമാനായ ഭരണാധികാരി എന്നൊക്കെ പറയുന്നത് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ സാഹോദര്യത്തിന്റെ അടിക്കല്ലിൽ നിന്ന് വികസിക്കുന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇത് ഈ പറഞ്ഞതുപോലെ വലിയ വലിയ ആരോപണങ്ങളൊക്കെ വരും ഇസ്ലാമിന് നേരെ അല്ലെങ്കിൽ പ്രവാചകന് നേരെ. ആ ആരോപണങ്ങൾ എന്തുമാത്രം വെറുതെ ഞാനതൊന്നുമല്ല വിശദീകരിക്കുന്നത്, ഇവിടെ അതിൻ്റെ ഒരു വേദിയൊന്നും അല്ല. പക്ഷെ സന്ദർഭവശാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. അതിൽ മതസങ്കുചിതത്വം ഇല്ല. മതവിഭാഗം വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. വിശ്വാസികളല്ലാത്തവർക്ക് അവർക്ക് ജിസിയ കൊടുത്താൽ മതി. അത് സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട, കുറച്ച് കൊടുത്താൽ മതി. സക്കാത്താണ് കൂടുതൽ കൊടുക്കേണ്ടത്. നോക്കൂട്ടോ, ജിസിയ കൊടുക്കേണ്ട ആളുകൾക്ക് അത് കൊടുക്കാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ആളുകളുടെ കണക്കെടുക്കും, എന്നിട്ടൊരു പരിശോധന നടത്തും, എന്നിട്ട് അവരെ ജിസിയയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. ഇതൊക്കെ മതമാണ്. മതം എന്ന് പറയുന്നത് പരസ്പരം ഏറ്റുമുട്ടാനുള്ളതല്ല. മതം എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായ ഒരു ആശയം കൂടിയാണ്. ആ ആശയം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. മറ്റുള്ളവരുടെ മേൽ അടിച്ചു കയറിയല്ല, മറ്റുള്ളവരുടെ മേൽ ഇങ്ങനെ മേക്കിട്ട് കയറലല്ല, ബലം പ്രയോഗിക്കലല്ല. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു നനവിനെയാണ്, അതാണ് മതം നിർമ്മിക്കുന്നത്. ആ നനവുണ്ടായാൽ എന്താ ഉണ്ടാവുക? സഹജീവികളെ കാണും, തനിക്ക് ചെയ്യാവുന്നിടത്തോളം ചെയ്യും, തനിക്ക് ചെയ്യാവുന്നിടത്തോളം. ഇതിൽ ഒരിക്കലും ആളുകളുടെ അംഗീകാരം എന്ന ഒരു വിഷയമേ ഉദിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും. വരുന്നത് ആ വീട്ടിൽ വേറെ ആരും ഇല്ല എന്ന് കരുതിയിട്ടാണ്. വൃദ്ധയായ രോഗിയായി കിടക്കുന്ന ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളത്. ആ സ്ത്രീക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വരുന്നത്. പക്ഷെ വന്നു നോക്കുമ്പോൾ അവിടെ വേറൊരാൾ വന്ന് ഇതേ പ്രവൃത്തി ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ അത് ആരാണെന്ന് അറിയണം. തന്നേക്കാൾ മുമ്പേ ഇവിടെ വന്നവർ ആരാണ് എന്നറിയണം. 10-15 ഇരുന്ന് ഇങ്ങനെ നോക്കി. അപ്പൊ വന്നത് അബൂ സുദ്ദീഖാണ്. അബൂ സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഖലീഫയാണ്, ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്, ഇസ്ലാമിന്റെ രാജാവ്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപൻ. ആ അബൂ സുദ്ദീഖാണ് വരുന്നത്. വന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഈ വീട്ടുകാരിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. വൃദ്ധയാണ്, രോഗിയാണ്, അന്ധയാണ്. അവർ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നു. അവരുടെ വായിൽ ഈ റൊട്ടി മുറിച്ച് വായ കൊടുക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വത്തിന്റെ, നോക്കട്ടോ, ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരണാധികാരി. അബ്രഹാം ലിങ്കനോട് അദ്ദേഹം ആദ്യമായി സഭയെ അഭിസംബോധന ചെയ്യാണ്. അപ്പോ സഭയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞെളിഞ്ഞു നിൽക്കുകയാണല്ലോ ലിങ്കൻ. അപ്പൊ അവിടുത്തെ കുബേരന്മാർക്ക്, പ്രഭുമാർക്ക് സഹിച്ചില്ല. അവര് തിരിച്ചു പറഞ്ഞു അബ്രഹാം ലിങ്കനോട്, ആദ്യത്തെ പ്രസിഡന്റാണ് അമേരിക്കയുടെ, അബ്രഹാം ലിങ്കനോട് ഈ പ്രഭുകുമാരന്മാര് അല്ലെങ്കിൽ അവിടുത്തെ ഈ ഉന്നത കുലജാതർ വിളിച്ചു പറഞ്ഞു, താങ്കൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. താങ്കളുടെ അച്ഛൻ ഉണ്ടാക്കിയ ആളെ ഒന്ന് ശരിയാക്കിയതാ. നിങ്ങൾ അത്ര ഞെളിയണ്ട. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ ഏറ്റവും അസുലഭമായ ഒരു മുഹൂർത്തത്തിൽ എൻ്റെ പിതാവിനെ ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. ഏറ്റവും നല്ല സമയമാണല്ലോ. ഇവിടെ നിങ്ങൾ എൻ്റെ പിതാവിനെ ഓർമ്മപ്പെടുത്തിയല്ലോ, നന്ദി. നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്. ഇനി നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഷൂ നിർമ്മിച്ചത് എൻ്റെ അച്ഛനായിരുന്നുവല്ലോ. ഇന്ന് നിങ്ങൾക്ക് ആ ഷൂ അങ്ങനെ എൻ്റെ അച്ഛനാൽ സാധ്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലെനിക്ക് ഖേദമുണ്ട്. ഞാനിപ്പോഴും
എന്നെ അഭിമാനത്തോടുകൂടി പറയണേ, ഞാൻ ഇപ്പോഴും എന്റെ ഷൂ പോളിഷ് ചെയ്യണത് ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയണം. അപ്പൊ അവര് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഷൂ നിങ്ങളാണോ പോളിഷ് ചെയ്യുന്നത്? അപ്പൊ തിരിച്ച് അബ്രഹാം ലിങ്കൻ ചോദിച്ചു, അല്ല, അപ്പൊ നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഷൂ ആണോ പോളിഷ് ചെയ്യുന്നത്? അദ്ദേഹം അധിക്ഷേപിച്ചതല്ല. അബ്രഹാം ലിങ്കൻ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നു. അവർ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ ഷൂ മറ്റുള്ളവരാണ് പോളിഷ് ചെയ്യുന്നത്. അപ്പൊ ലിങ്കൻ പറയണേ, എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക, ഞാൻ വിചാരിക്കുന്നത് എന്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്യുന്നതാണ് മഹത്വം എന്നല്ല, ആരാന്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്യുന്നതാണ് മഹത്വം. എനിക്കതിന് പറ്റുന്നില്ലല്ലോ ലിങ്കൻ. മറ്റുള്ളവരുടെ ഷൂ പോളിഷ് ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, എന്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് അങ്ങനെ സാധ്യമാവുന്നില്ലല്ലോ എന്ന്. ഇവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ വീണ്ടും കൊണ്ടുവരുന്നത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആർക്കാണ് ശൗച്യം ചെയ്തു കൊടുക്കുന്നത്? കുടുംബവും ബന്ധുവൊന്നുമല്ല, നാട്ടിലെ ഒരു അവശയായ വൃദ്ധയായ രോഗിയായ ഒരു സ്ത്രീക്ക് ശൗച്യം ചെയ്തു കൊടുക്കുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാലം കഴിഞ്ഞു. സിദ്ദീഖ് എന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ വഫാത്തായി. മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അന്ന് രാത്രിയിൽ രണ്ടാം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, സിദ്ദീഖ് ബാക്കിയാക്കി പോയ എന്തെല്ലാം നന്മകൾ ഇവിടെ ഉണ്ടാവും, അതൊക്കെ തനിക്ക് ചെയ്യണം. അങ്ങനെ പിറ്റേ പ്രഭാതത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഇതേ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ആ വീട്ടിലെ സ്ത്രീക്ക് ഇതേ പ്രവൃത്തി ചെയ്തു കൊടുത്തു. റൊട്ടി മുറിച്ച് ഇങ്ങനെ വായിൽ വെച്ചു കൊടുത്തു. അപ്പോ ആ അന്ധയായ ഉമ്മ, വൃദ്ധയായ സ്ത്രീ തിരിച്ചു ചോദിച്ചു ഉമറിനോട്, ഇത് ഇന്നലെ വന്ന ആളല്ലല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഉമർ തിരിച്ചു ചോദിച്ചു റളിയല്ലാഹു അൻഹു, ഉമ്മ, അങ്ങ് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്? അന്ധയാണല്ലോ, ഞാൻ ഇന്നലെ ചെയ്തത് എന്താണോ അതൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? അപ്പൊ ആ ഉമ്മാമ്മ തിരിച്ചു പറയുന്നത്, മോനെ, ഇന്നലെ വന്നയാൾ കുറെ കൂടി സഹൃദയനായിരുന്നു, മൃദുല സ്വഭാവിയായിരുന്നു, ഇന്ന് വന്നയാൾ കുറെ കൂടി പരുക്കനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു, എങ്ങനെയാണ് എന്റെ ഈ പരുക്കൻ ഭാവത്തെ, ഈ പരുഷ സ്വഭാവത്തെ ഈ അന്ധയായ ഉമ്മാമ്മ മനസ്സിലാക്കിയത് എന്ന് അറിയാൻ കൊതിയോടെ ചോദിച്ചു. അപ്പോ ഈ ഉമ്മാമ്മ പറഞ്ഞു, ഇന്നലെ വന്നിരുന്നയാൾ റൊട്ടി പാലിൽ മുക്കി മൃദുലപ്പെടുത്തിയിട്ടാണ് എന്റെ വായിൽ വെച്ച് തന്നത്. നിങ്ങൾ റൊട്ടി മുറിച്ച് അങ്ങനെ തന്നെ വായിൽ വെച്ച് തന്നു, ഇതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമ്മാമയോട് പറഞ്ഞു, ഉമ്മാമ, ഇന്നലെ വന്നിരുന്നയാൾ അദ്ദേഹം ഇസ്ലാമിന്റെ ഖലീഫയായിരുന്നു, ഇസ്ലാമിന്റെ ഭരണാധികാരിയായിരുന്നു, അദ്ദേഹം വഫാത്തായല്ലോ. അപ്പോഴാണ് ഉമ്മാമ ഞെട്ടിയത്, ഇതുവരെ തനിക്ക് ശൗച്യം ചെയ്തു തന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു എന്ന്. അപ്പൊ ഉമ്മാമ തിരിച്ചു ചോദിക്കുകയാണ്, മോനെ, നീ ആരാണ്, നിന്റെ പേരെന്താണ്? അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ്, അബ്ദുള്ള, ഞാൻ വെറും അള്ളാഹുവിന്റെ, ഈ ലോക സ്രഷ്ടാവിന്റെ ഒരു അടിമ മാത്രമാണ്. നോക്കൂ ഈ പ്രദർശനം. പിന്നെ എങ്ങനെ ഈ കഥ നമ്മൾ അറിഞ്ഞു? അതിനുശേഷം മറ്റൊരാൾ ഇത് കാണുകയും ഇത് പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കഥ അറിയുന്നത്. അപ്പൊ ഇതൊന്നും ആളുകളുടെ ഇങ്ങനെ ഈ പെരുമ നടിക്കാൻ വേണ്ടിയല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതാണ് നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം എന്ന് പറയുന്നത്. മനുഷ്യരെ, ഓരോ മനുഷ്യരും, അത് ആരാവട്ടെ, ഏത് മതസ്ഥരാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഇസ്ലാമിന്റെ വിശ്വാസികളുടെ ഉള്ളിൽ മാത്രം ഉണ്ടാവേണ്ട ഒരു നനവിന്റെ പടർപ്പല്ല, പിന്നെയോ എല്ലാവരിലേക്കും, ഈ പ്രകൃതിയിലേക്കും പരിസരത്തേക്കും ഒക്കെ ഒഴുകേണ്ട, ഒരു വിശ്വാസിയിൽ നിന്ന് ഒഴുകി പകരേണ്ട ഒരു നനവ്. ആ നനവാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരാളുടെ, ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അതിനെതിരായി നിങ്ങൾ എന്ത് വാർത്ത കേട്ടാലും, എന്ത് വർത്തമാനം കേട്ടാലും അതെല്ലാം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഈ നന്മയെ ഇങ്ങനെ അടച്ചു കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നോക്കൂ, നിങ്ങൾ എത്ര കാലം ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര തരം മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഇവിടെ എത്ര തരം വിശ്വാസികൾ കടന്നുപോയിട്ടുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആരാണ് പണ്ഡിതൻ? മതം പഠിച്ചയാളാണ്. ആ മതം പഠിച്ച ആളെ കയ്യിൽ നിന്ന് ഇന്ന് വരെ നമ്മൾ ഈ പണ്ഡിതന്മാരുടെ പ്രതീകമാണ് ഈ വിശുദ്ധ വേഷം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ വേഷം ധരിച്ച് നിങ്ങളുടെ പരിസരത്ത് ജീവിച്ചു പോയ, ഇന്നല്ല, കാലങ്ങളായി ഇവിടെ ജീവിക്കുന്നുണ്ട്. അന്നും ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകള്, ക്രൂരമായ പ്രവൃത്തികള്, മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രവർത്തനം നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, ഇതല്ല നമ്മുടെ ഇടയിലുള്ള പ്രശ്നത്തിന്റെ കാരണം. ഏത്? മതമല്ല. പിന്നെ എന്താണ് നമ്മുടെ ഇടയിലെ പ്രശ്നത്തിന്റെ കാരണം? പലപ്പോഴും അത് രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ചില സങ്കുചിത ഇടപെടലുകളാണ്. അതിൽ നിന്ന് നമ്മൾ മാറുക എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ 5 വീടുകൾ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നു ചേർന്നിട്ടാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ആശയം എന്ന് പറയുന്നത്?
ഇത് സ്വീകരിക്കുന്നവരിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല. ഇതിന് സഹായിച്ച എല്ലാവരിലും ഉണ്ടാവേണ്ടതാണ്. എല്ലാവരിലും ഈ ഒരു ആശയം ഉണ്ടായി വന്നാൽ, നോക്കൂ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ ആനക്കരയിലെ ഒരു ഗ്രാമത്തിലെ വീടില്ലാത്ത 15 പേർക്ക്, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, 10 പേർക്ക് സ്ഥലം, 5 പേർക്ക് വീട് എന്ന് പറഞ്ഞാൽ 15 പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ ചേർന്ന് നിൽക്കലിന്റെ ഇത് എത്ര കാലമായി നമ്മൾ തുടങ്ങിയിട്ട്? ഇത് ചെറിയ കാലം കൊണ്ട് നമ്മുടെ ഒരു വലിയൊരു ശ്രമത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും വീട് എന്നത് സാധ്യമാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. അതുപോലെ ഓരോ കാര്യവും